സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനങ്ങളിൽ ചില സാങ്കേതിക വശങ്ങൾ ഉണ്ടെങ്കിലും സഞ്ജുവിനെ പോലൊരു ക്ലാസ് കളിക്കാരനെ ഒരു മത്സരത്തിന്റെ പേരിൽ പൂർണ്ണമായും തള്ളിപ്പറയുന്നത് എത്രത്തോളം ശരിയാണെന്നത് ആലോചിക്കേണ്ടതുണ്ട്. ക്രിക്കറ്റ് എന്ന കളിയിൽ ഏത് ലോകോത്തര ബാറ്റർക്കും ഒരു മോശം ദിവസം ഉണ്ടാകാം. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ പോലും തങ്ങളുടെ കരിയറിൽ ഒട്ടനവധി തവണ റണ്ണൊന്നും എടുക്കാതെയും ഇൻസൈഡ് എഡ്ജായി പുറത്തായിട്ടുണ്ട്. ജയ്മൂൺട്രയുടെ പന്തിൽ സഞ്ജു പുറത്തായതൊരു മോശം ഷോട്ട് സെലക്ഷൻ കൊണ്ടല്ല, മറിച്ച് പന്തിന്റെ ചെറിയൊരു മൂവ്മെന്റും ടൈമിങ്ങിൽ വന്ന ചെറിയൊരു വ്യത്യാസം കൊണ്ടാണ്. ക്രിക്കറ്റിൽ ഇൻസൈഡ് എഡ്ജായി വിക്കറ്റ് വീഴുന്നത് പലപ്പോഴും ബാറ്ററുടെ നിർഭാഗ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതും. അതിനെ ഒരു സാങ്കേതിക പിഴവായി മാത്രം ചിത്രീകരിച്ച് താരത്തിന്റെ കരിയർ അവസാനിച്ചു എന്ന് പറയുന്നത് ശുദ്ധമായ അതിശയോക്തിയാണ്. ലോകകപ്പ് പോലെ ഒരു വലിയ വേദിയിൽ സമ്മർദ്ദഘട്ടങ്ങളിൽ തുടർച്ചയായി 3 മത്സരങ്ങളിൽ 80-ലധികം റൺസ് നേടുകയെന്നതും വെറും ഭാഗ്യം കൊണ്ടാണ് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. കഠിനാധ്വാനവും മികച്ച പ്രതിഭയുമുള്ള ഒരു ബാറ്റർക്ക് മാത്രമേ അന്താരാഷ്ട്ര തലത്തിൽ അത്തരം ഇന്നിങ്സുകൾ കളിക്കാൻ കഴിയൂ. സഞ്ജുവിൻ്റെ ആ പ്രകടനങ്ങളെ വില കുറച്ച് കാണിക്കുന്നതും നീതിയല്ല. വൈഭവ് സൂര്യവംശി തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി തന്നെയാണ്. എന്നാൽ കരിയറിൻ്റെ മികച്ച ഫോമിൽ നിൽക്കുന്ന സീനിയർ താരമായ സഞ്ജുവിനെ പെട്ടെന്നൊരു മത്സരത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തി ഒരു യുവതാരത്തെ കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ രീതി കോംപ്ലിമെൻറ്റ് ചെയ്യില്ല. യുവതാരങ്ങൾക്ക് കൃത്യമായ സമയത്ത് അവസരം നൽകുന്നതിനൊപ്പം തന്നെ ഫോമിലുള്ള സീനിയർ കളിക്കാരെ പിന്തുണയ്ക്കേണ്ടതും അനിവാര്യമാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇത്തരം കടുത്ത വിമർശനങ്ങൾ പുതിയൊരു കാര്യമല്ല. കരിയറിൻ്റെ തുടക്കം മുതൽക്കേ സ്ഥിരതയില്ലായ്മയുടെ പേരിൽ ഒട്ടനവധി പഴികൾ കേട്ടിട്ടുള്ള താരമാണ് അദ്ദേഹം. എന്നാൽ ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ ശക്തമായി തിരിച്ചുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അയർലൻഡിനെതിരായ പരമ്പരയിലെ ബാക്കി മത്സരങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമാണ്. സോഷ്യൽ മീഡിയയിലെ വിമർശകരുടെ വായടപ്പിക്കാൻ സഞ്ജുവിന് മുന്നിലുള്ള ഒരേയൊരു വഴി അടുത്ത മത്സരത്തിൽ ഒരു വലിയ ഇന്നിങ്സ് കളിക്കുക എന്നത് മാത്രമാണ്. പന്ത് സ്വിംഗ് ചെയ്യുന്ന സാഹചര്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് സഞ്ജു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ടീം മാനേജ്മെൻറ്റും ക്യാപ്റ്റനും സഞ്ജുവിൻ്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുമെന്നും അടുത്ത മത്സരത്തിലും അദ്ദേഹത്തിന് ഓപ്പണറായി തന്നെ അവസരം നൽകുമെന്നുമാണ് കടുത്ത സഞ്ജു സാംസൺ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സഞ്ജു തന്റെ സ്വാഭാവിക ശൈലിയിൽ റൺസ് കണ്ടെത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിനും വരാനിരിക്കുന്ന വലിയ ടൂർണമെൻറ്റുകൾക്കും വലിയ കരുത്താകുമെന്നതിൽ തർക്കമില്ല. വിമർശനങ്ങൾ താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണെന്നും ബാറ്റുകൊണ്ട് മറുപടി നൽകിയാൽ ഇതേ വിമർശകർ തന്നെ സഞ്ജുവിനെ വീണ്ടും വാഴ്ത്തിപ്പാടുമെന്നും മുൻകാല ചരിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.